ഇറാൻ പിന്തുണയുള്ള യമനിലെ സായുധ സംഘടനയായ ഹുതികളെ US വീണ്ടും ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഹുതികൾക്ക് വിദേശ ഭീകര സംഘടനാ പദവി പുനഃസ്ഥാപിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. അധികാരമേറ്റ് 4 ദിവസത്തിനുള്ളിൽ ഒപ്പുവെച്ചതെല്ലാം വിവാദമായ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നടപടിയാണ് ഹുതികളെ ഭീകരരാക്കിയുള്ള പ്രഖ്യാപനം. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഹുതികൾ ഭീകരർ അല്ലെന്ന് കാണിച്ച് ഭീകരരുടെ പട്ടികയിൽ നിന്ന് നേരത്തെ അവരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഈ നടപടിയാണ് അധികാരമേറ്റ് 4ാം നാൾ ട്രംപ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഹുതികളുടെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പൗരന്മാർക്കും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയ്ക്കും ആഗോള സമുദ്ര വ്യാപാരത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ട്രംപിന്റെ നടപടി. സംഘടനയ്ക്ക് കടുത്ത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും ഉത്തരവിന് പിന്നാലെ ട്രംപ് പറഞ്ഞു. ഗസയിൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ അനുകൂല കപ്പലുകൾ നേരത്തെ ഹൂതികൾ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ നടപടികൾ കൂടി ചൂണ്ടിക്കാണിച്ചാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പുതിയ ഉത്തരവുണ്ടായിരിക്കുന്നത്. പ്രസിഡന്റായിരിക്കെ 2021 ജോ ബൈഡൻ ഭീകര പട്ടികയിൽ നിന്ന് ഹൂതികളെ ഒഴിവാക്കിയത്. യമന്റെ തലസ്ഥാനമായ സനയുടെ അടക്കം നിയന്ത്രണം ഹൂതികളുടെ കയ്യിലായതിനാൽ യമനുമായി ഔദ്യോഗിക ആശയവിനിമയം നടത്താനുള്ളത് ചൂണ്ടിക്കാണിച്ചാണ് ബൈഡൻ ഭരണകൂടം അന്ന് ഹൂതികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ ഇനി ഒരു തരത്തിലുള്ള ആശയവിനിമയം വേണ്ട എന്ന നിലപാട് ജനിപ്പിക്കുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നടപടി. അമേരിക്ക എക്കാലത്തും കുട്ടിച്ചോറക്കാൻ ശ്രമിച്ചിട്ടുള്ള മിഡിൽ ഈസ്റ്റിന് മേലുള്ള അമേരിക്കയുടെ നടപടികൾ വീണ്ടും ആരംഭിക്കുമോ എന്ന ചോദ്യവും ഇതിന് പിന്നാലെ ഉയരുന്നുണ്ട്. ഒരു സംഘത്തെ ഭീകരരാക്കി അവർക്കായുള്ള വേട്ടക്കിറക്കുന്ന അമേരിക്കയുടെ പതിവുകളാണ് ഇപ്പോൾ വീണ്ടും ചോദ്യങ്ങളായി ഉയരുന്നത്. അതിനിടെ 2023 നവംബറിൽ ഗസയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ചരക്കു കപ്പലുകളിലെ ജീവനക്കാരെ ഹൂതികൾ മോചിപ്പിച്ചു. ഉക്രൈൻ, ബൾഗേറിയ, ഫിലിപ്പീൻസ്, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബന്ദികളെയാണ് മോചിപ്പിച്ചത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഹൂതികളുടെ നടപടി. Waytonikah.com, the exclusive Muslim matrimonial site.